السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും പ്രിയം നിറഞ്ഞ തിജാനി ഇഖ്വാനികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അവസാനം ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വരുന്ന സന്ദർഭവും ആ സന്ദർഭത്തിൽ ദുന്യാവ് അതുപോലെ തന്നെ സമ്പത്തൊക്കെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ആ മരണാസന്നമായി കിടക്കുന്ന ആളോട് സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെയായിരുന്നു അവിടെയാണ് വെച്ചത്. തുടർന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം ഒരു നല്ല മനുഷ്യൻ്റെ റൂഹ് പിടിക്കാൻ ഉദ്ദേശിച്ചാൽ വരുന്ന സമയത്ത് ഈ റൂഹ് അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറയും അത്രേ, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിക്കാതെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുകയില്ല, നിങ്ങൾക്ക് വഴങ്ങൂല, ഞാൻ വരൂല എന്ന് ഈ മനുഷ്യൻ്റെ റൂഹ് പറയും അത്രേ അസ്രായിൽ അലൈഹിസ്സലാമിനോട്. അപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം തിരിച്ച് ഈ റൂഹിനോട് പറയും, ഈ മനുഷ്യനോട് പറയും, എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിടിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റൂഹ് അസ്രായിൽ അലൈഹിസ്സലാമിനോട് ചോദിക്കും, അതിനുള്ള അടയാളവും തെളിവൊക്കെ എവിടെ? അള്ളാഹു എന്നെ പിടിക്കാൻ നിങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട് ഈ ശരീരത്തിൽ നിന്ന് എന്നാണെങ്കിൽ അതിൻ്റെ തെളിവും അടയാളമൊക്കെ എന്താണ്? അപ്പോൾ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാമിന് അങ്ങനെ തെളിവൊന്നും കാണിക്കാൻ കഴിയില്ല, അശക്തരാകും. അപ്പോൾ റൂഹ് അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറയും, തീർച്ചയായും എൻ്റെ റബ്ബ് എന്നെ സൃഷ്ടിക്കുകയും ഈ ശരീരത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സമ്മതം ഇല്ലാതെ നിങ്ങൾക്ക് എന്നെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കുക? അപ്പോൾ അള്ളാഹുവിൻ്റെ സമ്മതം ഇല്ലാതെ എന്നെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് റൂഹ് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറയും. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുകയും അള്ളാഹുവിനോട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവേ, റബ്ബേ, ഇന്നാലിൽ നാളെ റൂഹ് പിടിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് എന്നോട് പറയുന്നത്, എന്നോട് തെളിവുകളൊക്കെ ചോദിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറയും, ഏ അസ്രായിൽ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുക, എന്നിട്ട് അവിടുന്ന് ഒരു ആപ്പിള് നിങ്ങൾ എടുക്കുക. ആപ്പിളിൽ എല്ലാ അടയാളവും തെളിവൊക്കെ ഉണ്ട്. അത് കാണിച്ചു കൊടുത്താൽ, എൻ്റെ അടിമക്ക് അത് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ എൻ്റെ അടിമയുടെ റൂഹ് പുറത്തു വരും. അങ്ങനെ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് പോവുകയും, അഥവാ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പഴം തിന്നിട്ടാണല്ലോ ദുനിയാവിലേക്ക് വന്നത്. അപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് പോവുകയും അവിടുന്ന് ഒരു ആപ്പിൾ എടുക്കുകയും ചെയ്തു. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലുള്ള ആപ്പിളിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ആപ്പിളുമായി ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം ഈ മരണാസന്നമായി കിടക്കുന്ന ആളുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് വരികയും, ഇത് ഈ മനുഷ്യൻ കാണലോടുകൂടി അദ്ദേഹത്തിന് ആ കയ്പ്പ്, മരണം റൂഹ് വരുമ്പോഴുള്ള കയ്പ്പ് വേദന അകലുകയും വളരെ പെട്ടെന്ന് തന്നെ ആ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തു വരികയും ചെയ്യും. ഈ ആപ്പിൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് രേഖപ്പെടുത്തപ്പെട്ട ആപ്പിൾ കാണലോടുകൂടി, അതൊരു തെളിവാണ്, കാണലോടുകൂടി ഈ റൂഹ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് വരുമത്രേ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ, അവൻ്റെ അടിമയുടെ റൂഹിനെ പിടിക്കാൻ ഉദ്ദേശിച്ചാൽ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ വരികയും, അങ്ങനെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ വായയുടെ ഭാഗത്തുനിന്ന് റൂഹ് പിടിക്കാൻ നേരം വായ അപ്പോഴൊക്കെയും ദിക്റിലായി കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ വായ പറയും, നിങ്ങൾക്ക് ഈ ഭാഗത്തുകൂടെ റൂഹ് പിടിക്കാൻ സാധിക്കില്ല, കാരണം ഈ ഭാഗത്ത് അള്ളാഹുവിൻ്റെ ദിക്റിലായി, സ്മരണയിലായി കഴിഞ്ഞുകൂടിയ നാവാണ്, വായയാണിത്.
അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടി നിങ്ങൾക്ക് റൂഹ് പിടിക്കാൻ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് ഈ മനുഷ്യൻ, ഈ റൂഹ് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറയും. അപ്പോൾ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുകയും, അള്ളാഹുവേ, നിൻ്റെ അടിമ ഇന്നാലിന്നാൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ എന്നാൽ മറ്റൊരു ഭാഗത്ത് കൂടി റൂഹ് പിടിക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി കൈയുടെ ഭാഗത്തേക്ക് പോവുകയും, അപ്പോൾ ആ കൈയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സ്വതക്കകൾ ചെയ്ത കാരണത്താൽ, ഈ മനുഷ്യൻ നല്ല സൽക്കർമ്മി, സദക്ക ചെയ്യുന്ന ദാനധർമ്മിഷ്ഠനായ കാരണത്താൽ, അപ്പോൾ കൈ വളിച്ചു പറയും, നിങ്ങൾക്ക് ഈ ഭാഗത്തു കൂടി റൂഹ് പിടിക്കാൻ സാധിക്കില്ല. കാരണം ഈ കൈ കൊണ്ട് ധാരാളം പേർക്ക് ദാനം, സദക്ക കർമ്മം, ദാനധർമ്മം ഈ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യതീം മക്കളുടെ തല തടവിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തു കൂടി നിങ്ങൾക്ക് പ്രവേശിക്കാൻ, റൂഹ് പിടിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ കൈ കൊണ്ട് ഇൽമുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജ്ഞാനങ്ങൾ, അറിവുകളൊക്കെ എഴുതിയ കൈയാണിത്. അതുകൊണ്ട് ഈ ഭാഗത്തുകൂടി നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം കാലിൻ്റെ ഭാഗത്തേക്ക് പോകും. അപ്പോൾ കാലിൻ്റെ ഭാഗത്തുനിന്ന് വിളിച്ചു പറയും, നിങ്ങൾക്ക് ഈ ഭാഗത്തുകൂടി പ്രവേശിക്കാൻ കഴിയില്ല. കാരണം ഈ കാലുകൊണ്ടാണ് ഉലമാക്കളുടെ വലിയ വലിയ ആത്മീയ ജ്ഞാന മജ്ലിസുകളിലേക്ക് ഈ മനുഷ്യൻ നടന്നു പോയിട്ടുള്ളത്. എന്നിട്ട് ബഹുമാനപ്പെട്ട പിന്നീട് അസ്രായിൽ അലൈഹിസ്സലാം കണ്ണിൻ്റെ ഭാഗത്തേക്ക് വരും റൂഹ് പിടിക്കാൻ. അപ്പോൾ കണ്ണ് പറയും, നിങ്ങൾക്ക് ഈ ഭാഗത്തുകൂടി എന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം ഈ കണ്ണുകൊണ്ട് ഈ മനുഷ്യൻ മുസ്ഹഫുകൾ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരുടെ മുഖത്തേക്കൊക്കെ, ആലിമീങ്ങളുടെ മുഖത്തേക്കൊക്കെ ഈ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തു കൂടി പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ വീണ്ടും ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുകയും അള്ളാഹുവിനോട് ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും അത്രേ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാമിനോട്, അസ്രായിൽ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എൻ്റെ പേരെഴുതുക. അങ്ങനെ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരുടെ കരങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് രേഖപ്പെടുത്തും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളത് കാണിച്ചു കൊടുത്താൽ റൂഹ് പുറപ്പെടും. അങ്ങനെ അസ്രായിൽ അലൈഹിസ്സലാം ഈ കയ്യിൽ രേഖപ്പെടുത്തിയ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് ഈ മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹിനെ കാണിച്ചു കൊടുക്കുകയും, അപ്പോൾ ആ ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് ഈ മുഅ്മിൻ്റെ ശരീരത്തിൽ നിന്നും റൂഹ് പെട്ടെന്ന് പുറപ്പെടുകയും വേർപ്പെടുകയും ചെയ്യും എന്ന് ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, റിപ്പോർട്ടിൽ കാണാം, 5 കാര്യങ്ങൾ നമ്മളെ നശിപ്പിക്കുന്ന, കൊന്നുകളയുന്ന വിഷമാണ്. അതിനെ നിന്ന് രക്ഷപ്പെടാൻ മറ്റ് 5 കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. അതിലൊന്നാമത്തത് ദുന്യാവ്. ദുന്യാവ് എന്ന് പറയുന്നത് നമ്മൾ കൊന്നുകളയുന്ന വിഷമാണ്. അതിന് രക്ഷപ്പെടാൻ സുഹുദ്, പരിത്യാഗമാണ് അതിന് രക്ഷപ്പെടാനുള്ള മാർഗം. 2 അൽമാൽ, ധനം. ധനം നന്നായി നശിപ്പിച്ച് കളയും. നമ്മളെ നശിപ്പിക്കുന്ന ഒരു വിഷമാണ് ധനം. സക്കാത്താണ് അതിന് മുക്തി നേടാനുള്ള മാർഗം. 3 അൽ കലാം, സംസാരം. അത് നശിപ്പിക്കുന്ന, കൊന്നുകളയുന്ന വിഷമാണ്. അള്ളാഹുവിന് ദിക്ർ ചെല്ലുക, സ്മരണയിലായി കഴിയുക എന്നതാണ് അതിന് രക്ഷപ്പെടാനുള്ള, അതിന് ഉയരാനുള്ള മാർഗം എന്ന് പറയുന്നത്. 4-മത്തെ ആയുസ്സാണ്, നമ്മളെ കൊന്നുകളയുന്ന വിഷം. അതിന് രക്ഷപ്പെടാൻ അള്ളാഹുവിന് കീഴ്പ്പെടുക, ത്വാഅത്തിലായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് അതിനുള്ള മരുന്ന്. 5-മത്തത് എല്ലാ വർഷവും വർഷം മുഴുവനും വിഷമാണ്, കൊന്നുകളയുന്ന വിഷം. വർഷം മുഴുവൻ കൊന്നുകളയുന്ന വിഷമാണ്. അതിന് രക്ഷപ്പെടാനുള്ള മാസമാണ് റമദാൻ. റമദാനിൽ അള്ളാഹുവിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക. അതുപോലെ തന്നെ എല്ലാ രാത്രികളും വിഷമാണ്. ലൈലത്തുൽ ഖദ്റാണ് അതിലെ നമുക്ക് രക്ഷാമാർഗം. അഥവാ ദുന്യാവ് വിഷമാണ്, കൊന്നുകളയുന്ന വിഷം. സുഹുദാണ് രക്ഷപ്പെടാനുള്ള മാർഗം. ധനം വിഷമാണ്, സക്കാത്താണ് രക്ഷപ്പെടാനുള്ള മാർഗം. സംസാരം വിഷമാണ്, അള്ളാഹുവിൻ്റെ ദിക്റാണ് രക്ഷപ്പെടാനുള്ള മാർഗം. ആയുസ് വിഷമാണ്, അള്ളാഹുവിന് കീഴ്പ്പെടലാണ് രക്ഷപ്പെടാനുള്ള മാർഗം. വർഷം മുഴുവനും വിഷമയമാണ്, റമദാൻ മാസമാണ് രക്ഷപ്പെടാനുള്ള മാർഗം. എല്ലാ രാത്രികളും വിഷമയമാണ്, കൊന്നുകളയുന്ന വിഷമാണ്, ലൈലത്തുൽ ഖദ്റാണ് രക്ഷപ്പെടാനുള്ള മാർഗം. അങ്ങനെ പിന്നീട്
തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമയുടെ റൂഹ് പിടിക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി ഇസ്ലാം സംഘവും അള്ളാഹുവിൻ്റെ അടിമയുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിളിയാളമുണ്ടാവും. എന്താണ്? നിങ്ങൾ അദ്ദേഹത്തെ റാഹത്താക്കിയിട്ട് മെല്ലെ വേദനിപ്പിക്കാതെ ആശ്വാസം നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കുക. അങ്ങനെ റൂഹ് പിടിച്ച് പൊക്കിളിൻ്റെ ഭാഗത്തെത്തുമ്പോൾ വീണ്ടും വിളിയാളം വരും, നിങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് ആശ്വാസം നൽകുക, എന്നിട്ട് പിടിക്കുക. അങ്ങനെ റൂഹ് വീണ്ടും പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തെത്തുന്ന സമയത്ത് വീണ്ടും വിളിച്ചു പറയും, അദ്ദേഹത്തിന് ആശ്വാസം നൽകുക. അദ്ദേഹം മറ്റുള്ള അംഗങ്ങളോടൊക്കെയും ഈ സലാം പറയട്ടെ. അങ്ങനെ ഈ റൂഹും ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയും. എങ്ങനെ? ഓരോ ഭാഗങ്ങളും സലാം പറഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വിട പറഞ്ഞു പോവുക. കാലിൻ്റെ ഭാഗത്തുനിന്ന് സലാം, ഖിയാമത്ത് നാൾ വരെ സലാം, പിന്നെ അവിടുന്ന് കാണാം എന്നുള്ള രീതിയിൽ സലാം പറയും. ഒരു കണ്ണ് മറ്റേ കണ്ണിനോട് അസ്സലാമു അലൈക്കും ലിയൗമിൽ ഖിയാമ എന്ന് പറഞ്ഞ് വിട പറയും നേരം. ഒരു ചെവി മറ്റേ ചെവിയോട് അസ്സലാമു അലൈക്കും ഇലാ യൗമിൽ ഖിയാമ എന്ന് പറഞ്ഞ് വിട ചോദിക്കും. ഒരു കൈ മറ്റൊരു കൈയോട് അസ്സലാമു അലൈക ലിയൗമിൽ ഖിയാമ എന്ന് പറഞ്ഞ് വിട ചോദിക്കും. അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോരുത്തരും മറ്റോരുത്തരോടും വിട ചോദിച്ച് വേർപാടിൻ്റെ സമയമാണ് ഈ സമയം. അങ്ങനെ അവസാനം റൂഹ് ശരീരത്തോട് വിട ചോദിക്കും. അങ്ങനെ രണ്ടും വേർപിരിയും. അങ്ങനെ ഈ റൂഹുമായിട്ട് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി സ്വലാം പോകുന്ന സമയത്ത് ആകാശഭാഗത്തിൽ നിന്നും വിളിച്ചു പറയും 3 പ്രാവശ്യം, ഏ മനുഷ്യ യാ ഇബ്നു ആദം, ഏ മനുഷ്യ, നിങ്ങൾ ദുനിയാവിനെ ഉപേക്ഷിച്ചുവോ അല്ല ദുനിയാവ് നിങ്ങളെ ഉപേക്ഷിച്ചോ? നിങ്ങൾ ദുനിയാവിനെയാണോ ഉപേക്ഷിച്ചത്? അല്ല ദുനിയാവ് നിങ്ങളെയാണോ ഉപേക്ഷിച്ചത്? രണ്ടാമത്തെ വർത്താനം, നിങ്ങൾ ദുനിയാവിനെയാണോ ഒരുമിച്ച് കൂട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളെ ദുനിയാവാണോ ഒരുമിച്ച് കൂട്ടിയത്? നിങ്ങൾ ദുനിയാവിനെയാണോ ഒരുമിച്ച് കൂട്ടിയത്? അല്ല നിങ്ങളെ ദുനിയാവാണോ ഒരുമിച്ച് കൂട്ടിയത്? നിങ്ങൾ ദുനിയാവിനെയാണോ കൊന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ദുനിയാവാണോ കൊന്നത്? നിങ്ങൾ ദുനിയാവിനെയാണോ കൊന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ദുനിയാവാണോ കൊന്നത് എന്ന് ആകാശ ലോകത്തുനിന്ന് വിളിച്ചു പറയുമത്രേ ഈ മനുഷ്യൻ്റെ റൂഹുമായി വരുന്ന സമയത്ത്. ഒരു റിപ്പോർട്ടിൽ കാണാം, ഒരു അള്ളാഹുവിൻ്റെ അടിമയുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് അവൻ്റെ സംസാര ശേഷി പിടിക്കപ്പെടുന്ന ആ സമയത്ത് 4 മലക്കുകൾ അയാളുടെ അരികത്തേക്ക് വരും. 4 മലക്കുകൾ. ഒന്നാമത്തെ ആൾ അസ്സലാമു അലൈക യാ അബ്ദുള്ള, ഒന്നാമത്തെ ആൾ സലാം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടിമയെ എന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് റിസ്ക്കിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട, ഭക്ഷണം സൗകര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അഥവാ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി, പക്ഷേ നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ എത്തിച്ചിട്ടില്ല. ഒരു പിടി ഭക്ഷണം പോലും നിങ്ങൾക്ക് ലോകത്തെവിടെയും ഞാൻ കണ്ടെത്തിയില്ല. അങ്ങനെ ഞാൻ ഇവിടേക്ക് മടങ്ങി വരുന്നു എന്ന് ഇയാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇയാളുടെ അടുക്കലേക്ക് ആദ്യമായി വന്ന് പറയും. ഇയാളുടെ ഭക്ഷണത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. രണ്ടാമത്തെ മലക്ക് പറയും, ഞാൻ നിങ്ങളുടെ പാനീയം വെള്ളത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കായിരുന്നു. അള്ളാഹുവിൻ്റെ അടിമയെ, മനുഷ്യ, ഞാൻ ഭൂമി മുഴുവനും കിഴക്കും പടിഞ്ഞാറും എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഞാൻ അലഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കണ്ടെത്തിയില്ല, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇവിടത്തേക്ക് മടങ്ങി വന്നു. പിന്നെ മൂന്നാമത്തെ ആൾ പ്രവേശിച്ച് പറയും അത്രേ, അടിമയെ, അള്ളാഹുവിൻ്റെ അടിമയെ, ഞാൻ നിങ്ങൾക്ക് ശ്വാസം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കായിരുന്നു. ഞാൻ ഭൂമി മുഴുവനും കിഴക്കും പടിഞ്ഞാറും എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ശ്വാസത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ചു. പക്ഷേ ഒരൊറ്റ ശ്വാസം പോലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയില്ല. ഞാൻ അതുകൊണ്ടിതാ മടങ്ങി വന്നിരിക്കുന്നു. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ അവധി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ശ്വാസത്തിൻ്റെ ശ്വസിച്ച് തീരാനുള്ളത് തീർന്നിരിക്കുന്നു. ലോകത്ത് ഇനി എവിടെയും നിങ്ങൾക്ക് ശ്വസിക്കാനുള്ളതില്ല. നാലാമത്തെ മലക്ക് അപ്പോൾ പ്രവേശിച്ചിട്ട് പറയുമത്രേ, അള്ളാഹുവിൻ്റെ അടിമയെ, ഞാൻ നിങ്ങൾക്ക് ആയുസ്സിന് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആയുസ്സിന്
ഭൂമി മുഴുവൻ കിഴക്കും പടിഞ്ഞാറുമൊക്കെയും ഞാൻ നിങ്ങൾക്ക് വല്ല ആയുസ്സും ബാക്കിയുണ്ടോ എന്ന് നീട്ടിത്തരാനുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. പക്ഷേ നിങ്ങൾക്കൊരായുസ്സും കിട്ടിയിട്ടില്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് മടങ്ങി വന്നു എന്ന് ഈ 4ാമത്തെ മലക്കും പറയുമത്രേ. 1ാമത്തെ മലക്ക് ഭക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടത്, 2ാമത്തെ മലക്ക് പാനീയത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത്, 3ാമത്തെ മലക്ക് വായു കൊണ്ട് ശ്വാസത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക്, 4ാമത്തെ നമ്മളെ അവധിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട എല്ലാം. ഈ 4 മലക്കും നമ്മുടെ പ്രധാനപ്പെട്ട ഈ 4 മലക്കുകളും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഈ 4 മലക്കുകളും കയ്യിൽ മലർത്തുന്ന, നമ്മുടെ മുമ്പിൽ മടങ്ങി വരുന്ന, ഒന്നുമില്ലാതെ ശൂന്യമായി നിൽക്കുന്ന ഒരു സന്ദർഭം. അങ്ങനെ അവരുടെ അടുക്കലേക്ക് നന്മതിന്മകളൊക്കെ എഴുതുന്ന ബഹുമാനപ്പെട്ട മലക്കുകൾ വരും. അവർ വന്നിട്ട് ഈ മരണാസന്നമായി കിടക്കുന്ന ആളോട് പറയും, അസ്സലാമു അലൈക യാ അബ്ദല്ലാ, അള്ളാഹുവിൻ്റെ അടിമയെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട, നിങ്ങളുടെ വായിൽ നിന്ന് എന്തൊക്കെയാണോ പുറപ്പെടുന്നത്, നാവിൽ നിന്ന്, അതൊക്കെയും എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ്. അങ്ങനെ ഒരു കറുത്ത ഏടുകൾ ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇവർ പ്രത്യക്ഷപ്പെടുത്തും, കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇതാ നിങ്ങൾ ഇതിലേക്ക് നോക്ക്. അപ്പോൾ ഈ കറുത്ത ഏടുകൾ കാണലോടുകൂടി മനുഷ്യൻ്റെ കണ്ണ് നിറയുകയും കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും, കണ്ണ് നിറഞ്ഞിട്ട്. ആ സമയത്ത് ഈ പാവം മനുഷ്യൻ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും പിൻഭാഗത്തേക്കും മുൻഭാഗത്തേക്കും മുന്നിലും പിന്നിലൊക്കെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് വായനയുടെ വേളയിൽ പേടിച്ചിട്ട് ബേജാറായിട്ട് ഇത് വായിച്ചുകൊണ്ട് മുൻപും ബാക്കൊക്കെയും ബേജാറായി നോക്കും. അപ്പോൾ ഈ 2 മലക്കുകൾ ഒരു സന്തോഷ വാർത്തയും അറിയിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, തീർച്ചയായും 2 മലക്കുകൾ, നന്മതിന്മകളൊക്കെ എഴുതുന്ന 2 മലക്കുകളുണ്ടല്ലോ, അതിൽ ഒരു മലക്ക് അവരുടെ വലതുഭാഗത്തും മറ്റേ മലക്ക് ഇടതുഭാഗത്തും. വലതുഭാഗത്തുള്ള മലക്ക് നന്മകൾ രേഖപ്പെടുത്തുകയും ഇടതുഭാഗത്തുള്ള മലക്ക് തിന്മകൾ, ഈ മനുഷ്യൻ്റെ തിന്മകളും ഒക്കെയും രേഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ എപ്പോഴും ഒരു മനുഷ്യൻ്റെ കൂടെ 2 മലക്കുകൾ എപ്പോഴും ഉണ്ടാവും. ഒരു മനുഷ്യൻ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ ഇരുന്നാൽ ഈ ഒരു മലക്ക് അവൻ്റെ വലതുഭാഗത്തിരിക്കും, മറ്റേ മലക്ക് അവൻ്റെ ഇടതുഭാഗത്തും. നമ്മൾ നടക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു മലക്ക് മുൻഭാഗത്തും ഒരു മലക്ക് പിൻഭാഗത്തും നടക്കും. മനുഷ്യൻ ഉറങ്ങുകയാണെങ്കിൽ ഒരു മലക്ക് അവരുടെ തലയുടെ ഭാഗത്തും മറ്റേ മലക്ക് അവരുടെ 2 കാലിൻ്റെ ഭാഗത്തും നിൽക്കും. ജിമായിൻ്റെ സമയത്തും നമ്മളെ ആവശ്യങ്ങൾ, ബാത്റൂം, ടോയ്ലറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴും അല്ലാത്ത എല്ലാ സന്ദർഭത്തിലും ഈ മലക്കുകൾ ഇവനെ വേർപിരിയാതെ എപ്പോഴും ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഊണിലും ഉറക്കിലുമെല്ലാം ഇവൻ്റെ കൂടെ ഈ മലക്കുകൾ ഉണ്ടാവും. അവരുടെ നാവുകളാണ് അവരുടെ പേന, അവരുടെ തൊണ്ടക്കുഴിയാണ് അവരുടെ മഷിപ്പാത്രം, തുപ്പുനീരാണ് അവരുടെ മഷി, അവരുടെ ഹൃദയമാണ് എഴുതുന്ന ഏടുകൾ. അങ്ങനെയാണ് ഈ മലക്കുകൾ. ഇവർ രണ്ടുപേരും ഇവരുടെ നന്മകളൊക്കെയും എഴുതും. നന്മകളും തിന്മകളൊക്കെയും ഈ 2 മലക്കുകളും മരണം വരെ രേഖപ്പെടുത്തും. അങ്ങനെ ഈ മനുഷ്യൻ തിന്മ ചെയ്താൽ ഇടതുഭാഗത്തുള്ള തിന്മകൾ എഴുതുന്ന മലക്ക് എഴുതാൻ ശ്രമിക്കുന്നിടെ വലതുഭാഗത്ത് നന്മ എഴുതുന്ന മലക്ക് പറയും, ഒരേ നിമിഷം കൂടി കാത്തിരിക്കുക, സമയം കൂടി കാത്തിരിക്കുക, കുറച്ച് സമയം കൂടി, 7 മണിക്കൂർ, 7 സമയം കൂടി നിങ്ങൾ കാത്തിരിക്കുക. ആ തിന്മ എഴുതല്ലേ, രേഖപ്പെടുത്തല്ലേ. കാരണം അയാളോ മറ്റോ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താലോ, അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയെങ്കിൽ അയാൾക്ക് ആ തിന്മ എഴുതില്ല. ഇനി അയാൾ ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയിട്ടില്ല എങ്കിൽ ആ തിന്മ ഒറ്റ തിന്മയായിട്ട് എഴുതും. ഒരാൾ തിന്മ ചെയ്താൽ തിന്മയുടെ മലക്ക് രേഖപ്പെടുത്താനിരിക്കെ നന്മയുടെ മലക്ക് തടഞ്ഞു വെക്കും. കുറച്ച് സമയം അയാൾക്ക് ഇസ്തിഗ്ഫാറൊക്കെ ചെല്ലാനുള്ള സാവകാശം കൊടുക്കുക.
അങ്ങനെ കുറച്ച് സമയം കാത്തു നിൽക്കും. എന്നിട്ടും ചെല്ലിയിട്ടില്ലെങ്കിൽ അയാൾക്കൊരു തിന്മയായിട്ട് അയാളുടെ മേൽ ഇത് എഴുതി വെക്കും. നേരെ മറിച്ച് അയാൾ ഇസ്തിഗ്ഫാർ അള്ളാഹുവിലേക്ക് കേതി മടങ്ങിയെങ്കിൽ അയാൾക്ക് ഒന്നും എഴുതില്ല, തെറ്റില്ല. അങ്ങനെ മരിച്ചു, അയാളുടെ റൂഹ് പിടിക്കപ്പെട്ടു, ഒരടിമ, അള്ളാഹുവിൻ്റെ അടിമയുടെ. അങ്ങനെ ആ മനുഷ്യനെ അവൻ്റെ ഖബറിൽ വെക്കപ്പെടുന്ന സന്ദർഭം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ഏൽപ്പിക്കപ്പെട്ട 2 മലക്കുകളുണ്ടല്ലോ, ഇടതും വലതും നന്മയും തിന്മയും എഴുതുന്ന ഈ 2 മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞുമത്രേ, അള്ളാഹുവേ, ഞങ്ങളെ നിൻ്റെ അടിമയുടെ അമലുകളൊക്കെ എഴുതാൻ ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങളൊക്കെ കൃത്യമായി എഴുതി. ഇന്നിതാ ഈ മനുഷ്യൻ്റെ റൂഹ് പിടിക്കപ്പെട്ടിരിക്കുന്നു, ഈ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആകാശലോകത്തേക്ക് കയറിക്കോട്ടെ, അള്ളാഹുവിനെ ഞങ്ങൾക്ക് അതിന് സമ്മതം തരണേ എന്ന് ഈ 2 മലക്കുകൾ അള്ളാഹുവിനോട് അപേക്ഷിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുമത്രേ ഈ 2 മലക്കുകളോടും, ഇതാ ഇവിടെ ആകാശലോകത്ത് മലക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ മനുഷ്യൻ്റെ ഖബറിൻ്റെ അരികെ ആ മനുഷ്യന് വേണ്ടി തസ്ബീഹും തക്ബീറും തഹ്ലീലും ഒക്കെ ചൊല്ലിയിട്ട് എനിക്ക് വേണ്ടി സുബ്ഹാനല്ലയും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും ഒക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ അവിടെ ഈ മനുഷ്യന് വേണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു തആല, ആ മനുഷ്യൻ ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെടുന്നത് വരെ, അഥവാ ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു തആല നിർദ്ദേശിക്കുമത്രേ, ഈ 2 മലക്കുകളോട്. ഒരു റിപ്പോർട്ടിൽ കാണാം, മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനായ അള്ളാഹുവിൻ്റെ അടിമ, അവൻ മരണം ആസന്നമായ സമയത്ത്, അവൻ മരിക്കുന്ന നേരത്ത് അവൻ്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. അസ്രായിൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ ആകാശലോകത്തുനിന്ന് വെളുത്ത മുഖമുള്ള, പ്രകാശിക്കുന്ന മുഖമുള്ള, ഏതുപോലെ സൂര്യൻ പോലെ സൂര്യനേക്കാളും പ്രകാശപൂരിതമായ മുഖങ്ങളുള്ള മലക്കുകളുടെ അകമ്പടിയോടുകൂടി ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹ് പിടിക്കാൻ വരും. ഇവരുടെ കൂടെ സ്വർഗത്തിനുള്ള സ്വർഗത്തിൽ നിന്നൊരു ഭാഗം ചെരുവുകളും ഇവരുടെ കൂടെയുണ്ടാകും. അങ്ങനെ ഈ മനുഷ്യൻ, മരണമാസന്നമായി കിടക്കുന്ന ഈ മനുഷ്യൻ കാണുന്ന രൂപത്തിൽ ഇവർ ഈ സ്വർഗത്തിൻ്റെ ചെരുവിൽ ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ റൂഹിനോട് പറയും, ആത്മാവേ, സംശുദ്ധമായ സുന്ദരമായ സൗന്ദര്യമുള്ള ആത്മാവേ, നിങ്ങൾ പുറപ്പെടുക, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും റിദ്വാനിലേക്കും നിങ്ങൾ ഇറങ്ങി വരിക, പുറപ്പെടുക എന്ന് അസ്രായിൽ അലൈഹിസ്സലാം ഈ മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹിനോട് പറയും. അപ്പോൾ ഈ വെള്ളം തുള്ളി മെല്ലെ ഉതിർന്ന് ഉറ്റി വീഴുന്നത് പോലെ ഇയാളുടെ ശരീരത്തിൽ നിന്നും മെല്ലെ റൂഹ് ഇങ്ങനെ ഒലിച്ചിറങ്ങും പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോരും. അങ്ങനെ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം ഈ റൂഹിനെ തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഉയർത്തിപ്പിടിക്കുകയും അത് മറ്റു കൂടെ വന്ന മലക്കുകളിലേക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവരൊക്കെയും ഈ റൂഹ് എടുക്കുകയും സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന ആ കഫംപുടയിൽ ഈ റൂഹിനെ അവർ വെക്കുകയും ചെയ്യും. എന്നിട്ട് ആ റൂഹിൽ നിന്നും ആ സ്വർഗത്തിൻ്റെ പരിമളം ഒക്കെയും അടിച്ചു വീശും. മിസ്കിനേക്കാളും മിസ്ക് പോലെ സുന്ദരമായ മണം ഈ റൂഹിൽ നിന്നും, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ കൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ടുള്ളത്, അതിൻ്റെയൊക്കെയും മണം അടിച്ചു വീശും. ഈ മണവും ഈ സുന്ദരമായ സൗന്ദര്യമുള്ള ഈ നല്ല സുഗന്ധമുള്ള ഈ റൂഹുമായിട്ട് ഈ മലക്കുകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകും. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തുനിന്ന് അവൻ്റെ വാതിലുകൾ തുറക്കാൻ ഇവർ ആവശ്യപ്പെടും. അങ്ങനെ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടും. അപ്പോൾ അവിടെയുള്ള മാലാഖമാർ, കാവൽക്കാരൊക്കെ ചോദിക്കും, ഈ സുന്ദരമായ നല്ല സുഗന്ധമുള്ള ഈ മണം ഏതാണ്? അപ്പോൾ
ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം അവരോട് പറയും, ഇത് ഇന്നാളുടെ നല്ല മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹാണ്. അങ്ങനെ 7 ആകാശം വരെ ഇങ്ങനെ സംഭവിക്കും. അവിടെയൊക്കെയും ഓരോ മലക്കുകളും അവിടെ മാലാഖമാരൊക്കെയും ചോദിച്ചു കൊണ്ടേയിരിക്കും, ഇതാരുടെയാണ്, എത്ര സുഗന്ധമാണ്. അങ്ങനെ ആകാശ ലോകത്ത് സുഗന്ധം പരത്തി ഈ മുഅ്മിനായ മനുഷ്യൻ്റെ റൂഹ് ഇങ്ങനെ കടന്നുപോയി അള്ളാഹുവിൻ്റെ ജബ്ബാറായ അള്ളാഹു ജല്ല ജലാലുവിൻ്റെ അടുക്കലേക്ക് എത്തും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ്റെ ഈ റൂഹിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് തയ്യാറാക്കിയ എല്ലാ ഖൈറുകളും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും കാണിച്ചു കൊടുക്കാൻ കൽപ്പിക്കും. അങ്ങനെ ഈ റൂഹിന് ഈ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണിച്ചു കൊടുക്കും, മലക്കുകൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഈ മനുഷ്യൻ്റെ നിങ്ങൾ മടക്കുക, ആ ശരീരത്തിലേക്ക് അടുക്കലേക്ക് കൊണ്ടുപോവുക. തീർച്ചയായും ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിലേക്കാണ് നിങ്ങളെ മടക്കുന്നത്, അതിൽ നിന്ന് തന്നെയാണ് മറ്റൊരു പ്രാവശ്യം നിങ്ങളെ പുനർജീവിപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പ്രഖ്യാപിക്കും. അങ്ങനെ മലക്കുകളൊക്കെയും ഈ റൂഹുമായി അകമ്പടിയോടുകൂടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഈ സമയത്ത് ഇവിടെ റൂഹിൻ്റെ കഥയാണ് പറയുന്നത്. ഈ സമയത്ത് ഈ മനുഷ്യൻ്റെ ശരീരം ഇവിടെ കുളിപ്പിക്കുകയായിരിക്കും. കുളിപ്പിക്കുന്ന സമയത്ത് റൂഹ് ആ ഭാഗത്ത് വന്നിട്ട് നമ്മുടെ ആത്മാവ്, മുഅ്മിൻ്റെ ആത്മാവ് ആ കുളിപ്പിക്കുന്ന ആ പരിസരത്ത് വന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറയും. പിന്നെ അത് മനുഷ്യന്മാർക്കും ജിന്ന് വർഗത്തിനും കേൾക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ റൂഹ് പൊളിച്ചു പറയും, അള്ളാഹുവാണ് സത്യം, മയ്യത്ത് കുളിപ്പിക്കുന്ന മനുഷ്യ, ഈ മനുഷ്യൻ്റെ ശരീരം നിങ്ങൾ മാർദ്ദവമായി പെരുമാറുക. ഈ ശരീരത്തിൻ്റെ ഈ മനുഷ്യൻ്റെ വസ്ത്രം, ഈ മയ്യത്തിൻ്റെ വസ്ത്രത്തെ നിങ്ങൾ വളരെ മാർദ്ദവത്തിൽ, വളരെ റിഫ്കോടുകൂടി, വളരെ നൈർമല്യത്തോടു കൂടി നിങ്ങൾ ഊരുക. ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ ആ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ ഈ റൂഹ് വിളിച്ചു പറയും, വെള്ളമൊഴിക്കുന്ന മനുഷ്യ, നിങ്ങൾ അങ്ങനെ ശക്തമായ രീതിയിൽ ഒഴിക്കല്ലേ, ബുദ്ധിമുട്ടിക്കല്ലേ ഈ ശരീരത്തെ. അങ്ങനെ ഈ മനുഷ്യനെ കഫൻ ചെയ്യുന്ന സമയത്ത്, കഫം പുടവയിൽ ഈ മനുഷ്യനെ വെച്ച് കഫം ചെയ്യുന്ന സമയത്ത് ഈ റൂഹ് ഈ മനുഷ്യ ശരീരത്തിൻ്റെയും കഫൻ്റെയും ഇടയിൽ കയറി നിൽക്കും. ഈ മനുഷ്യൻ്റെയും കഫംപുടയുടെയും ഇടയിൽ ഈ റൂഹ് അവിടെ സന്നിഹിതരാകും. അങ്ങനെ ആ സമയത്ത് ആരും സംസാരിക്കില്ല, ചുറ്റുപാടുള്ള ആളുകൾ ആരും സംസാരിക്കില്ല മയ്യത്തല്ലാതെ. അവിടുന്ന് സംസാരിക്കുന്നതൊക്കെയും മയ്യത്ത് കേൾക്കും. പക്ഷെ മയ്യത്ത് സംസാരിക്കുന്നതൊന്നും ചുറ്റുപാടുള്ള ആളുകളൊന്നും കേൾക്കില്ല. അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച ആൾ ഈ മയ്യത്തിൻ്റെ കഫം പുടവ കിട്ടുന്ന സമയത്ത് വിളിച്ചു പറയും, നിങ്ങൾ ഈ മയ്യത്ത് വിളിച്ചു പറയും, അത്രേ, നിങ്ങൾ എൻ്റെ കഫം പുടവ കെട്ടല്ലേ, തുണി കെട്ടല്ലേ, ഞാൻ എൻ്റെ കുടുംബക്കാരുടെ മുഖമൊന്ന് കാണട്ടെ, എൻ്റെ മക്കളുടെ മുഖമൊന്ന് കാണട്ടെ, എൻ്റെ കൂട്ടുകാരുടെ, മാതാപിതാക്കളുടെ, അടുത്ത ആൾക്കാരുടെയൊക്കെ മുഖങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, എൻ്റെ അവസാനത്തെ കാഴ്ചയാണ്, എൻ്റെ അവസാനത്തെ കാണലാണിത്, അതിനൊന്ന് അവസരം തരുമോ, എന്നെ ഒന്ന് അനുവദിക്കൂ എന്ന് അവസാന സമയത്ത് ഈ കഫം പുടവ കെട്ടുന്ന സമയത്ത് ഈ ശരീരം, ഈ മനുഷ്യൻ വിളിച്ചു പറയും. തീർച്ചയായും ഈ ദിനം ഞാൻ ഇവരുമായിട്ട് വേർപാടാണ്, വിട ചോദിക്കുകയാണ്. എനിക്ക് യാമന്നാളോ അല്ലാതെ എന്നെ അവരെ നേരിട്ട് കാണില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരവസരം തരുമോ എന്ന് വിളിച്ചു പറയും നമ്മളോട്. അങ്ങനെ ഈ മനുഷ്യൻ്റെ മയ്യത്തുമായി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം, ആ സമയത്ത് അള്ളാഹുവിനോട് വിളിച്ചു പറയും, ഈ മനുഷ്യൻ വിളിച്ചു പറയും, അള്ളാഹുവാണ് സത്യം, നിങ്ങളെന്നെ മെല്ലെ കൊണ്ടുപോകൂ, നിങ്ങളെന്നെ അവഗണിക്കൂ, മെല്ലെ കൊണ്ടുപോക്കൂ, ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെയും വിട പറയട്ടെ, വിട ചോദിക്കട്ടെ, യാത്രയപ്പ് പറയട്ടെ. അങ്ങനെ ഈ മനുഷ്യൻ്റെ മയ്യത്ത് കട്ടിലും വേണ്ടി, ജനാസ കട്ടിലും വേണ്ടി ചുമന്നിട്ട് 3 ചവിട്ടടി വെക്കലോടുകൂടി ഈ മനുഷ്യൻ ഒരു നിലവിളിക്കും. പക്ഷേ അത് ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും കേൾക്കാൻ കഴിയില്ല. അവരല്ലാത്ത ബാക്കി എല്ലാ ജീവജാലങ്ങളും
ഈ ശബ്ദം കേൾക്കും. ഈ 3 ചവിട്ടടി വെക്കലോടുകൂടി ഈ മയ്യത്തിനൊരു നിലവിളിയുണ്ട്. ആ നിലവിളി ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും കേൾക്കും, മനുഷ്യനും ജിന്നും ഒഴികെ. ആ നിലവിളിയിൽ എന്താണ് പറയുന്നത്? എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെ, മക്കളെ, നിങ്ങൾ ദുനിയാവിനോട് ചേരല്ലേ, നിങ്ങൾ ദുനിയാവിൽ വശംവദരാവല്ലേ. ആ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കും. ഇതാ എന്നെ ഇപ്പോൾ വഞ്ചിച്ചതുപോലെ ഞാനിപ്പോൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുനിയാവിൻ്റെ പിന്നാലെ കൂടല്ലേ. നിങ്ങളെക്കൊണ്ട് കാലങ്ങൾ കളിപ്പിക്കും. എന്നെ കാലം കളിപ്പിച്ചത് കണ്ടില്ലേ? അതുപോലെ നിങ്ങളെയും നിങ്ങളെക്കൊണ്ടും കാലം പല വേഷവും കളികളും കളിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക. തീർച്ചയായും ഞാൻ എൻ്റെ എല്ലാ അനന്തരാവകാശവും എൻ്റെ എല്ലാ സമ്പത്തും ഞാനിതാ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. എൻ്റെ പാപങ്ങളൊക്കെയും ഏറ്റിക്കൊണ്ട് അതൊന്നും ചുമക്കാതെ, എൻ്റെ സമ്പത്തൊന്നും ചുമക്കാൻ പറ്റാതെ എൻ്റെ പാപങ്ങളെയൊക്കെ ഏറ്റിയിട്ട് ഞാനിതാ പോകുന്നു. എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുന്നു. അത് ഏറ്റെടുക്കാൻ ആരുമില്ല. എൻ്റെ സമ്പത്ത് ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളണേ എന്നാണ് ആർത്തഹട്ടസിച്ച് ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് 3 ചവിട്ടടി ഈ മയ്യത്ത് കട്ടിൽ വെക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ്റെ പരിശുദ്ധ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരികയാണ്. അവർ 2 പേരും അവൻ്റെ അടുക്കലേക്ക് വന്നിരിക്കും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക. ഈ മുഅ്മിനായ മനുഷ്യനോട് ഈ 2 മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക, നിങ്ങളുടെ റബ്ബാരാണ്, രക്ഷിതാവാരാണ്? അപ്പോൾ ഈ മുഅ്മിനായ മനുഷ്യൻ പറയും, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. അപ്പോൾ ചോദിക്കും, വമാ ദീനുക്, നിങ്ങളുടെ ദീൻ എന്താണ്? അപ്പോൾ ദീനി അൽ ഇസ്ലാം, എൻ്റെ മതം ഇസ്ലാമാണെന്ന് ഈ മുഅ്മിനായ മനുഷ്യൻ പറയും. ഇവർ 2 പേരും പിന്നെ ചോദിക്കും, ഒരു ചിത്രം കാണിച്ചിട്ട് ചോദിക്കും, ഇതാ നിങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരാളാണിത്, ഇതാരാണ്? അപ്പോൾ ഈ മനുഷ്യൻ പറയും, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയും. ഇവിടെ ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങളുടെ ഒരു കവിതയിൽ കാണാം. അദ്ദേഹം സങ്കടം പങ്കുവെക്കുന്നിടത്ത് കണ്ണാടിയെക്കുറിച്ചൊക്കെ ചൂടാകുന്നുണ്ട് റസാ ഖാൻ ബറേൽവി തങ്ങൾ. കാരണം റസൂലുള്ള കണ്ണാടിയിൽ സ്വഹാബാക്കൾ പോലും നേരെ കണ്ണു തുറന്നിട്ട് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല, ബഹുമാനം കൊണ്ടും അദബ് കൊണ്ടും ആ നൂറ് കൊണ്ടും. അപ്പോൾ കണ്ണാടിയെ നിനക്കെങ്ങനെ റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കാൻ സാധിച്ചു? അഥവാ റസൂലുള്ളാഹി നോക്കുമ്പോൾ പ്രതിബിംബം കാണുമല്ലോ. അപ്പോൾ നിനക്ക് എങ്ങനെ നോക്കാൻ സാധിച്ചു എന്ന് കണ്ണാടിയോട് ചോദിക്കുന്നുണ്ട്. സൂര്യനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഉയരത്തിൽ റസൂലുള്ളാഹിൻ്റെ മുകളിൽ നിൽക്കാൻ സാധിക്കുന്നത് എന്ന്. ചന്ദ്രനോട് പരിഭവപ്പെടുന്നുണ്ട്, ആകാശലോകത്തോട് പരിഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശം സങ്കടം പറഞ്ഞു അത്രേ. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചവിട്ടി നടക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിനോട് ആകാശം പരാതി പറഞ്ഞു അത്രേ. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ലോകത്ത് ആകാശ ലോകത്തേക്ക് റസൂലുള്ളാഹിയെയും എത്തിച്ചത് എന്നൊക്കെയും കവിതയിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങൾ പറഞ്ഞു. പറയുന്ന നേരത്ത് അഹമ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങൾ പറയാണ്, അങ്ങനെ ഞാൻ റസൂലുള്ളാഹിനെ നോക്കും. ഒരു സമയമുണ്ട് ഖബറിൽ മുങ്കർ നക്കീർ അലൈഹിസ്സലാം വരുമല്ലോ ചോദ്യം ചോദിക്കാൻ. ആ സമയത്ത് എൻ്റെ ഹബീബിനെ കാണിച്ചു തരും അവർ. എന്നിട്ട് ചോദിക്കും, ഇതാരാണെന്ന് ചോദിക്കില്ലേ? ആ സമയത്ത് ഞാൻ കണ്ണ് നിറയെ എൻ്റെ ഹബീബിനെ കാണുമെന്ന്, വിശാലമായി ഞാൻ നോക്കുമെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങൾ പറയുന്നത് കാണാം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ സർവശക്തൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഈ 2 മലക്കുകൾ ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിക്കുന്ന നേരം ഈ മനുഷ്യൻ പറയും, ഇത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ഈ 2 മലക്കുകൾ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് റസൂലുള്ളയാണെന്ന് മനസ്സിലായത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന്? അപ്പോൾ ഈ മുഅ്മിനായ മനുഷ്യൻ പറയും അത്രേ, ഞാൻ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ റസൂലിനെ വിശ്വസിച്ചിട്ടുണ്ട്, ഈ റസൂലിൻ്റെ റിസാലത്തിനെ, നുബുവത്തിനെ ഞാൻ സത്യമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം ഈ റസൂലിനെ എന്ന് ഈ മുഅ്മിൻ വിളിച്ചു പറയും.
അപ്പോൾ ആകാശലോകത്തുനിന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, സത്യവാനായിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക്, ഈ മുഅ്മിനായ മനുഷ്യന് നിങ്ങൾ സ്വർഗം വിരിച്ചു കൊടുക്കുക, സ്വർഗത്തിലെ ഒടിയാടുകൾ ധരിപ്പിക്കുക, സ്വർഗത്തിൽ നിന്ന് കവാടം തുറന്നു കൊടുക്കുക. അതോടുകൂടി ഈ മനുഷ്യന് ഈ ഖബർ ജീവിതം സ്വർഗീയമാവുകയും സ്വർഗത്തിലെ സുഗന്ധവും ആസ്വാദനവും സൗകര്യങ്ങളും സൗന്ദര്യങ്ങളൊക്കെയും ഈ മനുഷ്യൻ്റെ ഖബറിലേക്ക് എത്തുകയും അടിച്ചു വീശുകയും ചെയ്യും. അങ്ങനെ ഈ മനുഷ്യൻ്റെ ഖബർ കണ്ണെത്താ ദൂരത്ത് അത്രയും വിശാലമായ രീതിയിൽ ഖബർ വിശാലമാക്കപ്പെടുകയും ആ സമയത്ത് ഈ മനുഷ്യൻ്റെ ഖബറിലേക്ക് നല്ല സുന്ദരമായ മുഖമുള്ള, നല്ല സുന്ദരമായ രൂപമുള്ള, നല്ല സുഗന്ധപൂരിതമായ വസ്ത്രം ധരിച്ചിട്ടുള്ള, നല്ല സുഗന്ധം അടിച്ചു വീശുന്ന രീതിയിലുള്ള ഒരാൾ ഈ മനുഷ്യൻ്റെ, മുഅ്മിനായ മനുഷ്യൻ്റെ വിശാലമായ സ്വർഗീയമായ ഖബറിലേക്ക് ഒരു മനുഷ്യൻ പറയും. എന്നിട്ട് ഈ മനുഷ്യനോട് പറയും, അള്ളാഹുവിൻ്റെ വലിയേ, അബ്ശിർ, നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ സൗകര്യങ്ങൾ, അള്ളാഹു നൽകിയ ഈ സന്തോഷങ്ങളിൽ, ഈ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് ഇന്ന് ഇതാ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുക. അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന ഈ മുഅ്മിനായ മനുഷ്യൻ ചോദിക്കുമ്പോൾ ഇത്രേ, മൻ അന്ത്, നിങ്ങൾ ആരാണ്? അപ്പോൾ ഈ സുഗന്ധപൂരിതമായിട്ടുള്ള സൗന്ദര്യമായിട്ടുള്ള ഈ രൂപം പറയും, ഞാൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങളാണ്, നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ആരോരുമില്ലാതെ, കൂട്ടില്ലാത്ത നേരത്ത് കൂട്ടായിട്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ ആ മുഅ്മിൻ്റെ മനുഷ്യൻ്റെ സമീപത്തേക്ക് കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഹൃദയം, ശരീരം, ആത്മാവൊക്കെ ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കുവാനും നല്ലത് പറയുവാനൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്തത് മോശമായ ആളുകളുടെ റൂഹ് പിടിക്കുമലുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.